ഹലോ ഹായ്. നമ്മളിന്ന് കുറച്ച് ബീഫ് ചില്ലി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ അതേപോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വിജയിക്കും എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നമ്മൾ ബീഫ് വാങ്ങിയിട്ട് നമ്മൾ മസാല എല്ലാം ഇട്ടിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഏകദേശമായിട്ട് നമ്മളിപ്പോൾ അരിയൽ തുടങ്ങി. ഹോട്ടലിലൊക്കെ ഉള്ള പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒരേപോലെ അവരരിയണ പോലെ അത്ര പ്രൊഫഷണലൊന്നും അല്ലല്ലോ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. മസാലയൊക്കെ അത്യാവശ്യം നമ്മൾ ആദ്യം തന്നെ ഇട്ടായിരുന്നു കേട്ടോ. മീറ്റ് മസാല ഇട്ടു, പിന്നെ അതുപോലെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആദ്യം നമ്മൾ കുറച്ചിട്ടിട്ടാണ് വേവിച്ചത്. നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഹോട്ടലോടെ കാണുന്ന പോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തു. ഏകദേശം എല്ലാം അരിഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധമൊക്കെ ആയി അരിഞ്ഞു. ഇത് വെച്ചതിൻ്റെ ബാക്കിയുള്ള ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കറിയായിട്ട് പിന്നീട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കോൺഫ്ലവർ, ഒരു 4-5 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര്, ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു, ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇനി ഇതിനകത്തേക്ക് മസാലകൾ കുറച്ച് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഇട്ടുകൊണ്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്, അതിലെല്ലാം പിടിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്, ഒന്നുകൂടി മിക്സ് ആക്കാമെന്നല്ല. കുറച്ച് കുരുമുളക് വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ അതെടുത്ത് പൊടിച്ചിട്ടാണ് അതിനകത്ത് മിക്സ് ചെയ്യണം. മീറ്റ് മസാല ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലായിട്ട് ഇനി ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴത്തേക്ക് മസാല എല്ലാം പിടിച്ച് സെറ്റായിക്കോളും 1 മണിക്കൂറുണ്ട്. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു, ഗ്യാസിലാണ് വെക്കണത്. ഏകദേശം നമ്മുടെ 1 മണിക്കൂറായി. അത്യാവശ്യം ഒന്ന് പിടിച്ചൊക്കെ വന്നു. 1 മണിക്കൂറായില്ലെങ്കിൽ ഏകദേശമൊക്കെ അടുത്തായി. എണ്ണയൊക്കെ ചൂടായി, നമ്മൾ പൊരിക്കാൻ തുടങ്ങുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു, നല്ലോണം തിളയ്ക്കണുണ്ട് കിടന്ന് ബീഫ് ഇട്ടപ്പോഴത്തേക്കും. ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം, ഇളക്കി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഒരു ഭാഗം മാത്രമേ വേവൊക്കെ ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം പൊരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ ബീഫ് ചില്ലി. ഏകദേശം കളറൊക്കെ ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു കളറൊക്കെ ഉണ്ട്, നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കണ പോലെ തന്നെ. ടേസ്റ്റ് അതേപോലെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ആദ്യം അപ്പവും കിച്ചുകൂടെ ഇരിക്കുന്നുണ്ട്, അവരെ കൊണ്ട് കഴിപ്പിക്കാം. അപ്പു കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പുവിന് നല്ല അഭിപ്രായമൊക്കെയാണ് കാണുന്നത്. 2 കഷ്ണം കഴിച്ച് നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറയണേ. കിച്ചു പതുക്കെ കുഞ്ഞിപ്പല്ല് വെച്ച് കടിക്കുന്നുണ്ട്. കിച്ചുവിനും അത്യാവശ്യം നല്ല